695. ഒരു തലസ്ഥാന വിശേഷം. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. നമസ്കാരം സാർ. ഞാൻ സാറിനെ അങ്ങോട്ടൊന്ന് വിളിക്കാൻ നിൽക്കായിരുന്നു. ഞങ്ങൾ പുറപ്പെടാൻ തയ്യാറായി കഴിഞ്ഞു. കൃത്യം 10 മണിക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. 10:45 ബസ്. വൈകിട്ട് 5 മണിയാകുമ്പോൾ തിരുവനന്തപുരത്തെത്തും. അതെ അതെ. അല്ല, എന്റെ ഒരു സുഹൃത്ത് സതീശൻ അവിടെ ഉണ്ട്. അവന്റെ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതെ അതെ. അപ്പോ ഞാൻ തിരുവനന്തപുരത്ത് തന്നെ വിളിച്ചാൽ മതിയല്ലോ. ശരി സാർ. നീ എന്താ കല്യാണത്തിന് പോകുന്നു? എന്തേ? അല്ല വില കൂടിയ സാരി കൊടുത്ത് ഇറങ്ങിയോണ്ട് ചോദിച്ചാ. ഇത്രയും ദൂരം യാത്ര ചെയ്യുമ്പോ ഇങ്ങനെ വില കൂടിയ സാരിക്ക് എന്താണ് ഭാമേ? മോഹനേട്ടന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്കല്ലേ പോകുന്നത്? മോഹനേട്ടൻ ഒരു ഭൂലോക വിശുക്കനും അറുത്ത് കൈക്ക് ഉപ്പതേക്കാത്തവനാണെന്ന് സതീഷിന് അറിയാമെങ്കിലും സതീഷിന്റെ ഭാര്യയ്ക്ക് അതറിയാൻ വഴിയില്ലല്ലോ. മോഹനേട്ടൻ അത്ര പിശുക്കനൊന്നുമല്ലെന്ന് അവര് കരുതിക്കോട്ടെ. എന്നെ പറ്റി സതീശനും സതീശനെ പറ്റി എനിക്കും നന്നായിട്ട് അറിയാം. അതിന് നിന്റേതായ സഹായങ്ങളൊന്നും വേണ്ട. ആണി 10 കൃത്യം 10 മണിക്ക് വരണമെന്ന് ഞാൻ ഉത്തമനോട് പറഞ്ഞത്. ഇതാ ഞാൻ പറയുന്നത്, ഉത്തമന് കൃത്യനിഷ്ഠയില്ലായിരുന്നു. ഇനി അതിന്റെ പേര് ചൂടാവാൻ നിൽക്കണ്ട. ഉത്തമൻ 5 മിനിറ്റ് വൈകിന്ന് ഓർത്ത് എന്താ മോഹനേട്ട കുഴപ്പം? മോഹനേട്ട വയറങ്ങാൻ നോക്ക്, അപ്പോഴേക്കും ഉത്തമൻ വരും. നീ ഉത്തമന്റെ പക്ഷേ പിടിക്കൂ. കാരണം നിങ്ങൾക്കൊന്നും കൃത്യനിഷ്ഠയുടെ വില അറിയില്ല. കൃത്യനിഷ്ഠയില്ലാത്തവർ. ഇപ്പോഴേ ഇതാണ് അവസ്ഥയെങ്കിൽ തിരുവനന്തപുരത്ത് 2-ൽ ഒരാളെ എത്തുള്ളൂ. എന്റെ ഈശ്വര, ഭൂമിയോളം ക്ഷമിക്കാനുള്ള ശക്തി തരണേ. ഇത് തന്നെ കൊടയും ബാഗും. മോഹനയുടെ ഓഫീസിലേക്കല്ലോ തിരുവനന്തപുരത്തേക്കല്ലേ പോകുന്നത്? അതിനെന്താ? തിരുവനന്തപുരത്ത് ചെന്നിട്ട് എനിക്ക് ചെയ്തു തീർക്കാനുള്ളത് ചില ആഫീസ് കാര്യങ്ങൾ. അതിനുള്ള കടലാസുകളും ഫയലുകളും ഈ ബാഗിനുള്ളിലാണ്. ആ കടലാസ് ഫയലും എടുത്ത് മറ്റേ ബാഗിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഴഞ്ചൻ ബാഗ് ചുമക്കണോ? നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഞാൻ ഏത് ബാഗ് ചുമക്കണം, ഏത് ബാഗ് ചുമക്കണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഇതും കൊണ്ടുപോകുന്നുണ്ടോ? ഈ കുടയും കൊണ്ടുപോകുന്നുണ്ടോ എന്ന്? തിരുവനന്തപുരം എന്നത് സഹാറ മരുഭൂമിയിലെ ഒരു സ്ഥലമല്ല, കേരളത്തിന്റെ തലസ്ഥാനമാണ്. അതുകൊണ്ട് ഏത് സമയത്തും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. മഴ പെയ്യുമ്പോൾ നനയാതിരിക്കാനാണ് ഈ കുട. എന്റെ മോഹനേട്ട, ഈ കാലം കൂടെ കുത്തിപ്പിടിച്ച് ഇതിലൂടെ നടക്കുന്നത് പോരെ? തിരുവനന്തപുരത്ത് കൂടി ഇത് കൊണ്ടുപോകണോ? കെ മോഹനകൃഷ്ണൻ തിരുവനന്തപുരത്തല്ല, ജപ്പാനിൽ പോയാലും ഈ കുട കൂടെ ഉണ്ടാവും. പറഞ്ഞാ മനസ്സിലാകത്തോടെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ വിധി. ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ഞാനും സതീശനും 5 വർഷം ഒരുമിച്ച് പഠിച്ചതാ. അവന് എന്നെപ്പറ്റി ശരിക്കറിയാം. അവന്റെ ഭാര്യയോടും അവൻ എന്നെപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ സുഷമ്മയ്ക്ക് എന്നെപ്പറ്റി ഭയങ്കര ബഹുമാനവുമായിരിക്കും. സതീശന്റെയോ സുഷമ്മയുടെയോ മുന്നിൽ വെച്ച് എന്നോട് തർക്കുത്തരം പറയുകയോ എന്നെ കളിയാക്കുകയോ ചെയ്താൽ നീ വിവരം അറിയും. ഭർത്താവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു മര്യാദക്കാരി ഭാര്യയാണ് സുഷമ്മ. നിന്റെ സ്വഭാവം അവൾ കൂടി പറഞ്ഞു കൊടുത്ത് അവളെ കൂടി നിന്നെ പോലെ ആക്കരുത്. മനസ്സിലായല്ലോ? ഭാര്യമാർ ഭർത്താക്കന്മാർ അനുസരിച്ച് ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് നിനക്ക് കാണിച്ചു തരാൻ വേണ്ടി കൂടിയാണ് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത്. ഈ ഉത്തമനോട് പോയി കിടക്കുന്നുണ്ടോ? വേഗം വാതിലൊക്കെ അടച്ച് സാധനമൊക്കെ എടുത്ത് ഇറങ്ങാൻ നോക്ക്. മണി 10:05. മിക്കവാറും സതീഷിന്റെ വീട്ടിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ നടക്കും. സതീഷിന്റെ വീടിനടുത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ടോ എന്തോ? താമസിക്കുകയും ചെയ്തു. ഇപ്പൊ എന്ത് പറയുമെന്തോ. നമസ്കാരമുണ്ട് സാർ. ഞാൻ ഒരു 5 മിനിറ്റ് താമസിച്ചു പോയി. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലൻകുട്ടിച്ചേട്ടന്റെ വീട്ടിൽ കയറേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ഇത്തരം എന്തെങ്കിലും മോഡന്റെ ന്യായങ്ങളൊക്കെ ഉത്തമന് പറയാനുണ്ടാകും എന്ന് എനിക്കറിയാമായിരുന്നു. എപ്പോഴും അങ്ങനെയാണല്ലോ. അല്ല സാറേ, തിരുവനന്തപുരത്തോട്ടുള്ള ബസ് 10:45 ഒരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റിനകം തന്നെ നമുക്ക് ബസ് സ്റ്റാൻഡിൽ എത്താമല്ലോ. അയ്യോ, അതെങ്ങനെ ഉത്തമ?
ഉത്തമ ഓട്ടോറിക്ഷയിൽ എന്റെ മോഹനേട്ടനെ കയറാൻ പറ്റുമോ? ഈ ഓട്ടോറിക്ഷ ഓടുമ്പോ പെട്രോൾ കത്തി പുറത്തു കാർബൺ മോണോക്സൈഡ് അതിപ്പോ കേരളത്തിലുള്ള സകല ആൾക്കാർക്ക് കാണാതെ അറിയാം. മനസ്സിലായി? അല്ല, അപ്പം ബസ് സ്റ്റാൻഡ് വരെ നടന്നാണോ പോണത്? 1.5 കിലോമീറ്റർ നടക്കാൻ എന്താ പ്രയാസം? ഒരു പ്രയാസവും ഇല്ല സാറേ. എന്റെ പൊന്നെ, ഈ ബാഗ് ചുമന്നിട്ട് അതുവരെ നടക്കാൻ എളുപ്പമാണോ? ഞാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വരാം. അതിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം സാറേ, ഈ ബാഗ് ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് തരാം. നിങ്ങൾ രണ്ടുപേരും കൂടെ നടന്നു വന്നാൽ മതി. അതിന്റെ ഒന്നും ആവശ്യമില്ല. താക്കോലോടെ ഉത്തമനെ ഏൽപ്പിക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഇവിടെ വന്ന് നോക്കണം. വൈകിട്ട് ഈ കാണുന്ന ചെടികൾക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തിനാണ് പോകുന്നതെന്ന് വേറെ ആരും അറിയരുത്. അതല്ലേ? ഈ ബാഗുമായിട്ട് നമ്മൾ നടന്നു പോകുമ്പോ നാട്ടുകാർക്ക് ചോദിക്കില്ലേ? അപ്പൊ എന്ത് പറയും? അവരോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം. നീ ദൈവത്തെ ഓർത്ത് മിണ്ടാതിരുന്നാ മതി. അല്ല സാറേ, സ്റ്റാൻഡിൽ നിന്ന് എന്തായിരുന്നാലും ബസ്സിൽ കയറണമല്ലോ. ആ ബസ്സിൽ നിന്നും പെട്രോൾ കത്തി പുറത്തേക്ക് വരുന്നതും കാർബൺ മോണോക്സൈഡ് ആണല്ലോ. അയ്യോ ഉത്തമ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മോഹനേട്ടനെ വാശി കേട്ടിട്ടുണ്ടെങ്കിലേ തിരുവനന്തപുരം വരെ നടന്നു പോവാന്ന് വിചാരിച്ചോളേ സാറ്. ഉപദ്രവിക്കല്ലേ ഉത്തമ. പോയിട്ട് വരി. ഉത്തമന്റെ സംശയത്തിലുള്ള മറുപടി ഇപ്പൊ പറയുന്നില്ല. തിരിച്ചു വന്നിട്ട് പറയും. നടക്ക. ശരി ശരി ശരി. എന്റെ പൊന്നെ, ഒരു ജന്മം. അങ്ങനെ നമ്മൾ മനസ്സമാധാനത്തോടെ 2-3 ദിവസം ജോലി ചെയ്യാൻ പോയല്ലേ. എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോഹനേട്ട് സാർ തിരുവനന്തപുരത്തേക്ക് പോയെന്ന്. ഇനി വിശ്വസിക്കാതിരിക്കുന്ന എന്തിനാ പ്രഭേ? സാറ് പോയി. ഈ ഒരാഴ്ച ഇനി നമുക്ക് ഒന്നും പേടിക്കാനില്ല. 2 ദിവസം കൊള്ളാവുന്ന വല്ല കേസും വന്നിരുന്നെങ്കിൽ 10 ദിവസം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കായിരുന്നു. കാഞ്ഞിര സാറിനല്ലേ ചാർജ്? ഇന്ന് ആരെങ്കിലും കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് വന്നിരുന്നെങ്കിൽ വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും കൊടുക്കാമല്ലോ. ഇന്നലെ വൈകിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് സാർ എന്നെ വിളിച്ച് ഒരു 1/2 മണിക്കൂർ വിസ്തരിച്ച് ക്ലാസ് എടുത്തു. ഏതാവശ്യത്തിന് വരുന്ന ആളായാലും എല്ലാ രേഖകളും കൃത്യമായി പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കാവൂ. എന്തെങ്കിലും പ്രശ്നമുള്ളതായി തോന്നിയാൽ അടുത്ത തിങ്കളാഴ്ച വരെ കാത്തിരിക്കാൻ പറയണം. സാറ് വന്നിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. എനിക്കും കിട്ടി കുറെ ഉപദേശങ്ങൾ. ആരുടെ കയ്യിൽ നിന്ന് 10 പൈസ കൈക്കൂലി വാങ്ങരുത്. സാർ തിരിച്ചു വന്നു കഴിയുമ്പോൾ എല്ലാ ദിവസവും രജിസ്റ്റർ എടുത്ത് പരിശോധിക്കും. എന്തെങ്കിലും ആവശ്യത്തിൽ വന്നവരോടത്ത് വിളിച്ചു ചോദിക്കും നമ്മൾ അവരെ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ടോ എന്നൊക്കെ. എന്തൊക്കെ പറഞ്ഞിട്ടാ പോയത്. വല്ലാത്ത ഭ്രാന്തി തന്നെയാ. സാറിന് കൈക്കൂലി ആവശ്യമില്ലായിരിക്കും, വേണ്ട വാങ്ങണ്ട. പക്ഷെ ബാക്കിയുള്ളവർ 10 പൈസ വാങ്ങുന്നതിന് എന്തിനാ ഉണക്കിടുന്നത്? പശു പുല്ല് തിന്നുകയില്ല, പട്ടിയെ കൊണ്ട് തീറ്റിക്കുകയില്ല എന്ന് പറയുന്നത് ഇതിനാണ്. സാറേ, പ്രൊഫസറെ, മോഹനേട്ട് സാർ പോയി. സാറും വക്കീലും കൂടെ ബസ് കയറുന്ന കണ്ടിട്ടാ ഞാനിങ്ങോട്ട് പോകുന്നത്. സാറ് ശിശുപാലൻ ചേട്ടനെ കണ്ടില്ലേ? കണ്ടെങ്കിൽ എന്റെ പൊടി പോലും കാണില്ലായിരുന്നല്ലോ. ഞാൻ പ്രഭാന്റെ കടയിൽ നിന്ന് ഇറങ്ങുമ്പോ ദാ അവിടെ നിൽക്കുന്നു സാറും വക്കീലും. അവര് ബസ് കയറി പോകുന്നത് വരെ ഞാൻ പ്രഭാന്റെ കടയിൽ ഒതുങ്ങി നിന്നു. ഉറപ്പാണോ? പോയി. സമാധാനമായി. ഈ ഒരാഴ്ച ഇതൊരു സാധാരണ സർക്കാർ ഓഫീസായിരിക്കും. ഇതൊരു പട്ടാള ക്യാമ്പല്ലായിരുന്നോ? ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് ഒരാഴ്ച ജീവിക്കണം. നമസ്കാരം സാർ. നമസ്കാരം. ഒരു വരുമാന സർട്ടിഫിക്കറ്റിന് വന്നാ അടുത്ത ആഴ്ച വന്നാൽ മതി. വില്ലേജ് ഓഫീസർ ഇല്ല. അത്യാവശ്യമായിരുന്നു സാർ. അതിലും വലിയ അത്യാവശ്യത്തിനാണ് വില്ലേജ് ഓഫീസർ പോയിരിക്കുന്നത്. ഇവിടെ അടുത്തങ്ങുമല്ല, അങ്ങ് തിരുവനന്തപുരത്തിനാണ് പോയിരിക്കുന്നത്. എന്താണ് ഇത്ര വലിയ ഗൗരവം? ഓട്ടോറിക്ഷ കയറിയതുകൊണ്ടാ? സതീഷിന്റെ വീട്ടിലേക്ക് 6-7 കിലോമീറ്റർ ഇല്ലേ? അത്രയും ദൂരം നടന്നു പോവാന്ന് വെച്ചാ? ബസ് ഉണ്ടായിരുന്നല്ലോ. ഈ ബാഗ് തൂക്കി പിടിച്ച് ഇനി ബസ്സിൽ കയറാൻ പറ്റുമോ? ഒരു 75 രൂപയുടെ കാര്യമില്ലുള്ളൂ. അത് ഞാൻ കൊടുത്തോളാം.
ഒന്ന് സന്തോഷമായിട്ടിരിക്കും മോനട്ടാ. സതീഷിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ മോനെ പിടിച്ചാണ് കയറി ചെല്ലാൻ പോകുന്നത്. ഇവിടെ 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 ഇത് തന്നെ. നിർത്തൂ. എത്രയായി? 75 രൂപ സാറേ. 75 രൂപ തന്നെ വേണോ നിർബന്ധമാണോ? കേറിയപ്പോഴേ പറഞ്ഞതല്ലേ 75 വേണോന്ന്. സമാധാനമായല്ലോ. എന്റെ മോനട്ടാ, ചുമ്മാ ഈ പിച്ച കണക്ക് പറയാൻ നിൽക്കാതെ ആ കാശം കൊടുക്കാൻ നോക്ക്. ഞാൻ ഈ കൊടുക്കുന്ന പൈസ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അപ്പൊ അത് ചെലവാക്കുമ്പോ എനിക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ഒന്ന് കൊടുക്ക്. ഉണ്ട്. ബാക്കി ഓടിക്കട്ടെ. 25. പിശുക്കൻ. എന്ന് പറഞ്ഞ ഞാൻ പിശുക്കനാണോ താൻ തരി ആ ഓട്ടക്കാരൻ പോലെ സാറിന്റെ സ്വഭാവം മനസ്സിലായി. ഇത് വലിയ വീടാണല്ലോ മോഹനട്ടാ. ഇത് സതീഷൻ വെച്ച വീടാണോ അതോ വീടായിട്ട് വാങ്ങിയതാണോ? ഞാൻ ചോദിച്ചിട്ടില്ല. വേറൊരാളുടെ വീട്ടിൽ കയറി അത്തരം അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. അങ്ങനെ അന്യനല്ല സതീഷൻ എന്നല്ലേ മോഹനട്ടനോട് പറഞ്ഞത്? രണ്ടുകൊല്ലം മോഹനട്ടനോട് ജോലി ചെയ്തല്ലേ പുള്ളിക്കാരൻ. അതുകൊണ്ട് അമ്മേ, സതീശനും ഞാനും ഒരുമിച്ച് സർവീസിൽ കയറിയതാണെങ്കിലും ഞാൻ വില്ലേജ് ഓഫീസറാണ്, അവനോ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ആയതേ ഉള്ളൂ. ആ വ്യത്യാസമുണ്ട് ഞങ്ങൾ തമ്മിൽ. ആ വ്യത്യാസം ഇവിടെ കാണിക്കാൻ പോവാണോ മോഹനട്ടൻ? അവരുടെ വീട്ടിൽ 2 ദിവസം താമസിക്കാൻ വന്നാണ് നമ്മള്. അതിനിടെ വലിയ ഓഫീസർ കളിക്കരുത്. ഞാൻ ഇവിടെ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇവിടെ പെരുമാറേണ്ടതെന്ന് എനിക്കറിയാം. നിന്റെ പെരുമാറ്റത്തിൽ സൂക്ഷിച്ചാൽ മതി. വീട് നിറങ്ങുമ്പോഴേ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ആരുടെയെങ്കിലും മുന്നിൽ വെച്ച് എന്നെ കളിയാക്കുകയോ തർക്കുത്തരം പറയുകയോ ചെയ്താൽ ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ചോളാം. അനാവശ്യമായി സംസാരിക്കരുത്, വിഡ്ഢിത്തരങ്ങൾ ചോദിക്കരുത്, സതീശനോടും സുഷമയോടും നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കരുത്, ആഹാരം കഴിക്കുമ്പോൾ വലിച്ചു വരുത്തുന്നിളയരുത്. അതെ, ഈ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം വലിക്കുന്നതിന് കുഴപ്പമുണ്ടോ മോഹനകൃഷ്ണ? അതാണ് സതീശൻ. പറഞ്ഞേക്ക് ഓർമ്മയുണ്ടല്ലോ. വാ. നമസ്കാരം. ഓഹോ, സത്യഭാമ ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത്? എന്താ നിങ്ങൾ താമസിച്ചത്? അത് വരുന്ന വഴി ബസ് ഒന്ന് കേടായി. 30 മിനിറ്റ് കഴിഞ്ഞാ പിന്നെ അവിടെ നിന്ന് പോകുന്നത്. ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ഒരു കാർ വാങ്ങാൻ ഞാൻ എത്ര നാളായിട്ട് നിന്നോട് പറയുന്നു? ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും എത്തിയാനേ. നോക്കണ്ട, എന്റെ കാറ് വർക്ക്ഷോപ്പിലാ. അതുകൊണ്ടല്ലേ നിങ്ങളെ പിക്ക് ചെയ്യാൻ ഞാൻ ബസ് സ്റ്റാൻഡിൽ എത്താഞ്ഞത്. ഈ കാറൊക്കെ എപ്പോഴും ഇങ്ങനെയാ കേടായി പോകും. വർക്ക്ഷോപ്പിൽ കയറാൻ നമുക്ക് നേരം കാണും. അതുകൊണ്ടാണ് ഞാൻ കാറ് വാങ്ങാത്തത് അല്ലേ? അതെ അതെ. ആരോടാ മോഹനേഷന ഈ കള്ളം പറയുന്നത്? ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഒരു മഹാപിശുക്കനാ നീ എന്ന് എനിക്ക് അറിഞ്ഞൂടെ? വാ വാ വാ. അപ്പൊ മോഹനേട്ടൻ സ്വഭാവം സതീഷ് ശരിക്കറിയാല്ലേ? നിന്നോട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. സംസാരിക്കാറാവുമ്പോഴേക്ക് ഞാൻ പറയും. കേറി വാ മോഹനേഷന. സുഷമേ, അവര് വന്നു. കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. നന്ദി. സത്യഭാമ എന്താ ഒന്നും മിണ്ടാത്തത്? ഇവിടത്തെ സുഷമയെ പോലെ തന്നെയാണോ? കല്യാണം കഴിഞ്ഞ് നാളിത്രയായിട്ടും അവള് പഴയ നാട്ടും പുറത്തുകാരി തന്നെ. പുറത്തുനിന്ന് ആര് വന്നാലും അവൾ ഈ ഭാഗത്തേക്ക് വരില്ല. ഒതുങ്ങി അടുക്കളയിൽ തന്നെ ഇരിക്കും. ചില നേരത്ത് അതൊരു ബുദ്ധിമുട്ടാവുന്നത് ശരി തന്നെ. പക്ഷെ അല്ലാത്തപ്പോ വളരെ നല്ലതാ. അവളൊരു പാവമായതുകൊണ്ട് ഇത്രയും നാളിനിടയ്ക്ക് ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കം ഉണ്ടായിട്ടില്ല. ഞാൻ എന്ത് പറഞ്ഞാലും അക്ഷരം പ്രതി അനുസരിക്കും. എതിർത്ത് പറയുകയോ വഴക്കുണ്ടാക്കുകയോ ഇല്ല. സത്യഭാമ എന്തായാലും അത്ര പാവമായിരിക്കത്തില്ലല്ലോ. ഒന്നുമില്ലെങ്കിലും ആളൊരു വക്കീലല്ലേ? ഭാമയും അങ്ങനെ തന്നെയാണ്. ഞാൻ എപ്പോഴും അവളോട് ചോദിക്കും, നീ എന്താ ഭാമയെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്ന്.
കോടതിയിൽ പോയാൽ വാദോരാതെ സംസാരിക്കുമെങ്കിലും എന്റെ അടുത്ത് വരുമ്പോ അങ്ങനെ ഒന്നുമില്ല അല്ലേ? സത്യഭാമയ്ക്ക് കേസൊക്കെ ധാരാളം ഉണ്ടല്ലോ അല്ലേ? അതിനുണ്ടാവാതിരിക്കോ? ഏത് കേസ് വന്നാലും ആളുകൾ പറയുന്നത് കെ മോഹനകൃഷ്ണ സാറിന്റെ ഭാര്യയല്ലേ, കേസ് സത്യഭാമ വക്കീലിന് കൊടുത്താ മതി എന്ന് അല്ലേ? അവളാ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു കാണും, അതുകൊണ്ട് ഇങ്ങോട്ട് വരാനുള്ള മടി കൊണ്ട് എന്നെ വിളിക്കുക. സുഷമേ നീങ്ങി വാ, മോഹനകൃഷ്ണൻ അന്യനൊന്നും അല്ലല്ലോ. ഓരോ ശീലങ്ങളെ എന്താ ചെയ്യാ? ആ ശീലങ്ങൾ വളരെ നല്ലതാ സതീശ. ഭാര്യമാർ എപ്പോഴും ഭർത്താവിനെ അനുസരിച്ച് അടങ്ങി ഒതുങ്ങി കഴിയുന്നതാണ് നല്ലത്. ചില സ്ത്രീകളുണ്ട് ഭയങ്കര അഹങ്കാരികളാ, അവർക്ക് ഭർത്താവിനെ ഒരു വില ഉണ്ടാവില്ല, എന്തു പറഞ്ഞാലും തർക്കം. സത്യത്തിൽ അവരുടെയൊക്കെ പാലടിച്ച് താഴണം അല്ലേ? കുടിക്കാൻ എന്താ എടുക്കേണ്ടെന്ന് ചോദിക്കാനാ ഞാൻ ചേട്ടനെ വിളിച്ചത്. ചായ വേണോ, തണുത്ത എന്തെങ്കിലും മതിയോ? ഇപ്പൊ ഒന്നും വേണ്ട, ഞങ്ങള് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ചായ കുടിച്ചു. സുഷമ, ഇത് സത്യഭാമ. കേട്ടിട്ടുണ്ട്. സുഷമ ഒന്നിരിക്കൂ. അയ്യോ അത് വേണ്ട. അതെന്താ? ഞാൻ പറഞ്ഞില്ലേ മോഹനകൃഷ്ണ, അവൾ ഒരു നാട്ടുംപുറത്തുകാരിയാ. ഭർത്താവ് ഇരിക്കുമ്പോൾ കൂടെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. ഏട്ടന്റെ ഒരു കാര്യം. അപ്പോഴേ നിങ്ങൾ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിവാ. സുഷമ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കും. പാചകത്തിൽ ഇവളൊരു താരമാണ്, എന്ത് തരം പലഹാരവും ഉണ്ടാക്കും. അതുകൊണ്ട് വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കാം. ചെല്, കഴിഞ്ഞ തവണ നീ ആ മുറിയിലല്ലേ താമസിച്ചത്? അതെ അതെ, അത് തന്നെ മതിയല്ലോ. ഓ ധാരാളം. ചെല് അമ്മേ നടക്കൂ. അതാ അതാ. സ്ത്രീകൾ പെരുമാറുന്ന എങ്ങനെയെന്ന് കണ്ടോ? നീ കണ്ട് പഠിക്ക്. അവരുടെ മട്ടും ഭാവവും സംസാരവും രീതികളൊക്കെ കാണുമ്പോ തന്നെ അറിയാം കുടുംബത്തിൽ പിറന്നാണെന്ന്. പെണ്ണുങ്ങളായാൽ അങ്ങനെ വേണം, അല്ലാതെ നിന്നെ പോലെ ധിക്കാരിയായിട്ടങ്ങ് ജീവിക്കല്ല. നീതൊന്നും ഇടാതെ നിന്നെ ഇറങ്ങിപ്പോയോ? ഞാൻ സംസാരിക്കേണ്ട സമയമാകുമ്പോ മോഹനേട്ടൻ പറയാന്നല്ല എന്നോട് പറഞ്ഞിരുന്നത്. പറഞ്ഞില്ലല്ലോ ഇതുവരെ. ഇപ്പോഴും പരിഹാസം. എടീ, ഭർത്താവിനൊപ്പം ഇരിക്കാൻ പോലും സുഷമയ്ക്ക് പേടിയാ. ഭാര്യമാർ അങ്ങനെ ആയിരിക്കണം. നീ ആണെങ്കിലോ ഒപ്പം മാത്രമല്ല തോളിലും കയറിയിരിക്കും. പുറത്തുനിന്ന് ഒരാൾ വന്നാൽ സുഷമ പിന്നെ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങില്ല. ഇതിപ്പോ ഞാനായതുകൊണ്ടും എന്റെ കൂടെ നീ ഉള്ളതുകൊണ്ടും മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങിയത്. വേറെ കണ്ടാലൊന്നും കുഴപ്പമില്ലല്ലോ. അവർക്ക് പുറത്തിറങ്ങിയാല് എടീ, കണ്ടാൽ നന്നായി മാത്രം പോരാ, പെണ്ണുങ്ങളായാൽ അടക്കവും ഒതുക്കവും വേണം. അത് സുഷമയ്ക്കൊണ്ട് നിനക്കില്ല. എന്ത് പലഹാരം ഉണ്ടാക്കാൻ അവർക്ക് അറിയാന്ന് പറഞ്ഞപ്പോ സത്യത്തിൽ എന്റെ വായിൽ വെള്ളം ഊറിപ്പോയി. നിനക്ക് വാക്കുറിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയാമോ? ഭാമേ, സ്ത്രീകൾ ആദ്യം പഠിക്കേണ്ടത് പാചകമാണ്, അത് കഴിഞ്ഞുകൊണ്ട് വേറെന്തും. എന്തായാലും ഇത്രയും കാലം ഞാൻ മോഹനേട്ടനെ പട്ടിണിക്കൊന്നും ഇട്ടിട്ടില്ലല്ലോ. എന്നെ കൊണ്ട് അത്രേ പറ്റുള്ളൂ മോഹനേട്ടാ. അത് പോരെങ്കിൽ എന്നെ ഉപേക്ഷിച്ചിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ അടുക്കളക്കാരി കിട്ടിക്കോ, അതാ നല്ലത്. എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെ വേഷം കെട്ടി നടക്കാൻ എന്നെ കിട്ടത്തില്ല. സതീഷിന്റെ കൂട്ടുകാരന്മാരും പരിചയക്കാരും വരുമ്പോ ഇങ്ങനെ അഭിനയിച്ച് ഞാൻ മടുത്തു. എന്റെ ദൈവമേ, ഈ സാരി ഉടുക്കാനൊക്കെ എന്തൊരു പ്രയാസമാ. ഓ, ആ സത്യഭാമയൊക്കെ എങ്ങനെയാണാവോ ഇതെടുത്തോണ്ട് നടക്കുന്നത്? എനിക്കെങ്ങും വയ്യ. കുറച്ചു നേരം കഴിയുമ്പോ ഞാൻ എന്റെ ഷർട്ടും പറ്റും എടുത്തിടും. എന്റെ പൊന്നു സുഷമേ, നീ ഒന്ന് അടങ്ങ്. നീ ഒരു നാട്ടുംപുറത്തുകാരിയാണ്, പഞ്ചപാവമാണ് എന്നൊക്കെ ഞാൻ എന്റെ എല്ലാ കൂട്ടുകാരോടും പറഞ്ഞു പോയി. ഇനി അത് മാറ്റി പറയാൻ പറ്റുമോ? 2 ദിവസം കഴിയുമ്പോ ആ മോഹനകൃഷ്ണൻ സത്യഭാമ അങ്ങ് പോവും. അത് കഴിഞ്ഞ് നിനക്ക് എന്ത് ഡ്രസ് വേണേലും ഇടാമല്ലോ. 2 ദിവസം സാരി ഉടുത്തോടെ നടക്കേണ്ടി വന്ന് ഞാൻ ശ്വാസം മുട്ടിച്ചാവും.
സതീശൻ എന്തിനാ വരുന്നവരോട് പോകുന്നവരോടൊക്കെ ഇല്ലാത്ത കാര്യം പറയുന്നേ? എന്നിട്ട് ഞാൻ അവിടെ വന്നപ്പോ എന്തൊരു അഭിനയായിരുന്നു. ഞാൻ എന്താ സതീശനോടൊപ്പം ഇരിക്കത്തില്ലെന്നോ? ഭാര്യ ഭർത്താവിനോടൊപ്പം ഇരുന്ന എന്താ ആഘോഷം ഇടിഞ്ഞു വീഴൂ? ഒന്ന് പതുക്കെ പറ, അവര് കേക്കും. ഇടിഞ്ഞു വീണാ മതിയായിരുന്നു. പിന്നെ സഹിക്കുന്ന എനിക്കൊരു പരിധിയില്ലായോ? സർക്കാർ ഉദ്യോഗസ്ഥനെ കൊണ്ട് എന്നെ കെട്ടിക്കുന്നുള്ള എന്റെ അച്ഛന്റെ ഒറ്റ വാശിയുടെ പുറത്താ ഞാനിതൊക്കെ സഹിക്കേണ്ടി വന്നത്. അല്ലായിരുന്നെങ്കിൽ വല്ല ബിസിനസ്സുകാരെയോ ഡോക്ടർമാരെയൊക്കെ കല്യാണം കഴിച്ച് സുഖമായിട്ട് കഴിയായിരുന്നു. ഓ, എന്റെ ഒരു വിധി. നീ ഇനി ആ പഴംപുരാണം പറഞ്ഞോണ്ടിരിക്കാതെ അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്ക്. ഇനിയിപ്പോ അതിന് ഞാൻ വേണോ? ദേ, ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുന്ന ആ പഴംപൊരിയും ബേക്കറി സാധനങ്ങളും അച്ചപ്പോ കുന്തോ ഒക്കെ അതിനകത്തോണ്ട് അതെടുത്ത് കൊടുക്ക്. ഒക്കെ നീ ഉണ്ടാക്കിയതാണെന്നേ ഞാൻ പറയൂ. നിനക്ക് നേരെ ചൊവ്വേ ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ എന്റെ മാനം പോവും. നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. പണ്ടേ എന്റെ അമ്മാവ വന്നപ്പോ ഇതുപോലൊരു വർത്താനം പറഞ്ഞപ്പോൾ അനുഭവം ഓർമ്മയുണ്ടോ? എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, എല്ലാം എന്റെ അമ്മയുടെ കുഴപ്പമാണെന്ന്. ദേ, അന്ന് രാത്രി ഞാനേ ഓറഞ്ച് ജ്യൂസിൽ വിമ്മ് കലക്കി തന്നിട്ട് നിങ്ങൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയത് 3 ദിവസം കഴിഞ്ഞിട്ടാ. ഇനി എന്നെ കൂടെ ചെയ്യിക്കണോ? നീ ഒന്ന് പതുക്കെ പറ, അവര് കേക്കും. എന്റെ പൊന്ന് നാട്ടും പുറത്തുകാരി ഭാര്യയല്ലേ, 2 ദിവസത്തേക്ക് കൂടെ പ്ലീസ്. ഈശ്വര, എവിടെ പോയി വിളിക്കും? ഈ കട്ടിന്റെ അടി കയറിയല്ല. ഏതാ ഇതിന് മേളി വെക്കാൻ നോക്കേ? സുഷമയെ കണ്ടാലറിയാം കുടുംബത്തിൽ പറഞ്ഞതാണെന്ന്. സ്ത്രീകളായാൽ അങ്ങനെ വേണം. ഞാൻ സുഷമയെ കണ്ടു പഠിക്കണം, അല്ലേ? എന്താ മോനടയാൻ പഠിക്കുന്നത്? വീട്ടിലാരെങ്കിലും വരുമ്പോ അടുക്കളയിൽ അടച്ചിരുന്നിട്ട് വന്നവർ മാറിക്കഴിയുമ്പോ ഭർത്താവിന്റെ അച്ഛനെ വിളിക്കാനോ? മറ്റുള്ളവരുടെ മുന്നിൽ ഭർത്താവിനൊപ്പം ഇരിക്കുക പോലും ചെയ്യാതിരുന്നിട്ട് പിന്നെ അതിന്റെ പേരിൽ ചീത്ത വിളിക്കാനോ? വീട്ടിലാരേലും വരുമ്പോ ചായക്കടയെന്ന് പലഹാരം വാങ്ങിക്കൊടുത്തിട്ട് ഒക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് പറയാനോ? അതോ അവസാനം പറഞ്ഞതുപോലെ ജ്യൂസിൽ വിമ്മ് കലക്കി തരാനോ? ഇതിലേതാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടതെന്ന് മാത്രം മോഹനോട് പറഞ്ഞാൽ മതി. ഞാൻ അത് അക്ഷരം പ്രതി അനുസരിച്ചോളാം. നമുക്കറിയാൻ പറ്റുമോ? അല്ലാതെ മനസ്സിനകത്ത് നോക്കാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് വേറൊരാളെ കണ്ടുപിടിക്കാൻ നമ്മൾ ആരോടും പറയാൻ പാടില്ല. നമ്മൾ നമ്മളെ പോലെയല്ലേ മോഹനേട്ട പെരുമാറേണ്ടത്. ഞാൻ സുഷമയെ പോലെയോ സുഷമ എന്നെ പോലെയോ പെരുമാറിയാ അത് ശരിയാവോ? അങ്ങനെയാണെങ്കിൽ നീ ഇപ്പൊ പെരുമാറുന്ന പോലെ പെരുമാറിയാ മതി. അപ്പൊ ഇനി എനിക്ക് മിണ്ടാലോ? സത്യത്തിൽ മോഹനകൃഷ്ണൻ ചെയ്തത് തന്നെയാണ് സതീശനും ചെയ്തത്. സുഹൃത്തിന്റെ മുമ്പിൽ ഭാര്യയെ കൊണ്ട് അഭിനയിപ്പിക്കുക. തങ്ങളുടെ ഭാര്യമാർ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം പെരുമാറേണ്ടവരാണെന്ന് കരുതുന്ന ഭർത്താക്കന്മാരോട് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം.